ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് റമളാനിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രം കാണിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്കിനാട്ടോ കിച്ചണിക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ അത് ജ്യൂസ് അടിക്കലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മുന്തിരി ജ്യൂസ് അടിക്കാനാട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. ഈ മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നിൽക്കണം, കാരണം ഇതൊന്ന് തിളപ്പിച്ച് അങ്ങനെയൊക്കെയാണല്ലോ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുക. ഈ മുന്തിരി കൊണ്ടുള്ള ജ്യൂസ് കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുടിക്കൊണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ ആദ്യം തന്നെ മുന്തിരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ചിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇത്രയും നേരത്തെ തന്നെ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നോമ്പിന് ജ്യൂസ് അടിക്കാത്ത പോലെ തന്നെ സമൂസ ഉണ്ടാക്കുക അങ്ങനെയുള്ള പണികളൊക്കെ എനിക്കുള്ളതാട്ടോ. അതേപോലെ പത്തിരി, അതിക്കുള്ള കറി അങ്ങനെയുള്ളതൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം ഉമ്മക്ക് പത്തിരിയും അതുപോലെ തന്നെ അതിക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് റമളാനിക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജ്യൂസൊക്കെ അടിക്കൽ കഴിഞ്ഞപ്പോഴാട്ടോ ഉമ്മ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഈ ഒരു കറി അടിപൊളിയാട്ടോ, പത്തിരിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമ്മുടെ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള കറി ഉണ്ടല്ലോ, അങ്ങനെയൊന്നല്ല കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാറുള്ളത് ഉമ്മ. ബീഫിക്ക് തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ വലിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ഇട്ടിട്ട് വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു കറി കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മല്ലിയുടെ ഇല കേട്ടോ. മല്ലിയുടെ ഇല എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കിഴങ്ങും. ഇതിക്ക് ഉമ്മ ഇടുന്ന പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും. മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ മീറ്റ് മസാല ആട്ടോ ഇട്ടിട്ടുള്ളത്. ഇതിൽ എത്ര വിസിലാകുമ്പോൾ അടുപ്പിച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. ഒരു 6-7 വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ കയറ്റി വെച്ചപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്ലാണ്ട് ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പത്തിരിയും അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. സമൂസ ഫോൾഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നിരുന്നു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തീരെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പത്തിരിയും അതുപോലെ തന്നെ മുന്തിരി ജ്യൂസും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ നോമ്പ് തുറന്ന അപ്പം തന്നെ ചായ കുടിക്കുന്ന ഒരാളല്ല കേട്ടോ. അതായത് ഈ പത്തിരിയും കറി അങ്ങനെയുള്ളതൊന്നും അപ്പം തന്നെ കുടിക്കുന്ന ഒരാളല്ല കേട്ടോ. ഈ സമൂസയും അതൊക്കെ കഴിച്ചിട്ട് എൻ്റെ നിസ്കാരം മൂത്തൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാനിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറി അതുപോലെ തന്നെ പത്തിരിയും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ റമളാൻ ഡേ 2 ആയിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.